ഈശ്വരോ രക്ഷതു. ദേവകി, പെട്ടെന്നൊരു യാത്ര. നന്ദഗോപരെ ഒന്ന് കാണണം. അമ്പാടിയിലേക്കോ? അല്ല, നന്ദഗോപർ കപ്പം കൊടുക്കാനായി രാജകൊട്ടാരത്തിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞു. ഇവിടേക്ക് ക്ഷണിക്കാമെന്നാദ്യം കരുതിയതാണ്. പക്ഷേ അത് അപകടമായേക്കുമോ എന്ന ഭീതി മനസ്സിൽ നിറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ തന്നെ ഒരു മാർഗം തുറന്നു തന്നിരിക്കുന്നു. ഭടന്മാരിൽ വിശ്വസ്തരായവർ ചിലർ രഹസ്യമായി നന്ദഗോപരെ കാണാൻ സൗകര്യമൊരുക്കിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതാണ് നാം വേഗം പുറപ്പെടുന്നത്. ഈ ഉള്ളവൾ കൂടെ വരുന്നത് അനുചിതമാകുമോ? വേണ്ട. പക്ഷേ എല്ലാം ചോദിച്ചറിയണം. കണ്ണനെക്കുറിച്ചെല്ലാം അറിയാൻ ശ്രമിക്കാം. അമ്പാടിയിലേവരും കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നുണ്ടെന്ന വൃത്താന്തം മാത്രമേ കേൾക്കാനായുള്ളൂ ഇതുവരെ. ആ രൂപം എങ്ങനെയായിരിക്കും ഇപ്പോഴെന്നറിഞ്ഞു വരണം. വാശി പിടിച്ച് കരയാറുണ്ടോ എന്ന് ചോദിക്കണം. ഒപ്പം അരികത്ത് കിടത്തിയാണോ അതോ തൊട്ടിലിൽ കിടത്തിയാണോ യശോദാദേവി ഉറക്കുന്നതെന്ന് ചോദിക്കണം. അമ്മിഞ്ഞപ്പാൽ മണമുള്ള ആ ചെഞ്ചൊണ്ടി വായയിൽ പല്ലു മുളയ്ക്കാറായോ എന്ന് ചോദിക്കണം. ദേവി, നന്ദഗോപർ ബന്ധുവെന്നതിലുപരി നമുക്ക് പ്രിയമിത്രം. എത്രയോ കാലം പ്രാർത്ഥനകളും പൂജാദികളും നടത്തിയിട്ടാണ് ആ മഹാനുഭാവനിപ്പോൾ സന്താന സൗഭാഗ്യത്താൽ അനുഗ്രഹീതനായതെന്നറിയില്ലേ? അവർ ചെമ്മാനം കാട്ടാതെ പൊൻവേൽ തട്ടാതെ പോറ്റുന്നുണ്ടാവും ആ പൊന്നുണ്ണി കണ്ണനെ. അവൻ നമ്മുടെ ഉണ്ണിയാണെന്ന് നമുക്കിരുവർക്കും മാത്രമല്ലേ അറിയൂ. ഒക്കെ അറിയാനുള്ള മാതൃചിത്തത്തിന്റെ വ്യഗ്രത നാം ഉൾക്കൊള്ളുന്നു. പക്ഷേ ചികഞ്ഞോരോന്ന് ചോദിക്കവേ നന്ദഗോപുരിൽ സംശയത്തിന്റെ വല്ല നീളാട്ടം ഉണ്ടായാലോ? ദേവി, നാവിൽ സരസ്വതി തെളിഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിച്ചോളൂ. ഉപായത്തിലൊക്കെ അറിയാൻ നാം ശ്രമിക്കാം. നാം പുറപ്പെടുകയെ മനനിറയെ കണ്ണന്റെ കഥകളുമായി മടങ്ങാം. പൂതനെ അയക്കുന്നത് നാം ആണെന്ന് ആരും അറിയാൻ പാടില്ല. രാജഗുരു, അതിനെന്താണ് മാർഗം? മഹാരാജൻ, തിരുവുള്ളക്കേട് തോന്നരുത്. വധതന്ത്രങ്ങൾ നമുക്ക് അജ്ഞാതം. നമുക്കറിയാവുന്നത്... വേണ്ട പ്രത്യുത. യഥാർത്ഥ രൂപത്തിൽ പോകാതിരിക്കുക, അതാണ് ആദ്യം വേണ്ടത്. പിന്നെ പൂതന ലളിതാവേഷം ധരിച്ച് ചെല്ലട്ടെ പ്രഭു. സ്തനങ്ങളിൽ കാഗോള വിഷം പുരട്ടിയിരിക്കണം. എങ്കിൽ കേവലം ഒരു സ്തന്യപാനം കൊണ്ട് തന്നെ അവന്റെ കഥ കഴിയും. ദുശകുനം. അവൾ ആദ്യം ഊന്നിയത് വലതുപാദം. കംസമഹാരാജൻ നീനാൾ വാഴട്ടെ. പൂതനെ, നിനക്കും പിഴവ് പറ്റിയോ? എന്താണ് മഹാരാജൻ? സഭാതലത്തിൽ നീ ആദ്യം ഊന്നിയത് വലതുപാദം. അസുര രാക്ഷസ ഗോത്രങ്ങൾ ശുഭകാര്യത്തിനിറങ്ങുമ്പോൾ വലതുപാദം ഊന്നുന്നത് ദുർനിമിത്തമല്ലേ? ക്ഷമിക്കണം പ്രഭു, അറിയാതൊരബദ്ധം. പക്ഷേ ഈ ഉള്ളവൾക്ക് ഉറപ്പുണ്ട്, ഇവളുടെ മനക്കരുത്തുകൊണ്ട് നിമിത്തമേതിനെയും മറികടക്കാമെന്ന ഉറപ്പ്. ശരി, നാം നിന്നെ വിളിപ്പിച്ചത് ഒരു മഹാദൗത്യം ഏൽപ്പിക്കാനാണ്. കൽപ്പന ചെയ്താലും പ്രഭു. മധുരാപുരിയിലെ ഏതോ മന്ദിരത്തിൽ നമ്മെ വധിക്കാനായി ഒരു ബാലൻ പിറന്നിട്ടുണ്ട്.
എവിടെയാണെന്നറിയില്ല. എവിടെ നവജാത ശിശുക്കളുണ്ടോ അവിടങ്ങളിലെല്ലാം നീ ചെല്ലണം. ഓരോ നവജാത ശിശുവിനെയും കൊല്ലണം. പൂതനെ, ഈ രൂപത്തിൽ അവിടേക്ക് പോകണ്ട. ലളിതാവേഷം ധരിച്ചു മതി യാത്ര. അങ്ങയുടെ ആജ്ഞ പോലെ. ഈ രൂപം മതിയോ മഹാരാജൻ? ധാരാളം. നന്നല്ലേ രാജഗുരു? കൊള്ളാം. അന്തകസന്നിധി പോകാൻ പറ്റിയ വേഷം. അടിയൻ വിടകൊള്ളട്ടെ മഹാരാജൻ. വധം അതിനാണ് അയക്കുന്നത്. അത് മറക്കണ്ട. പ്രഭു, കൽപ്പന നിർവഹിച്ചിട്ടേ ഈ ഉള്ളവൾ മടങ്ങി വരൂ. ഹേ മഹാവിഷ്ണു, നിന്റെ മനുഷ്യാവതാരത്തിന്റെ അന്ത്യത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം. നിനക്ക് ഭാഗ്യമുണ്ട് ഒരിറക്ക് മുലപ്പാൽ കുടിച്ച് മരിക്കാൻ.